എല്ലാവർക്കും നമ്മളുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പൊ എന്റെ പേര് രമ്യ എന്നാണ് കേട്ടോ. എനിക്ക് 3 മക്കളുണ്ട്. അത് അവരാണ് കേട്ടോ പുറകിലിരിക്കുന്നത്. നമ്മള് കുറെ നാളായിട്ട് നമ്മുടെ ചാനലിലെ വീഡിയോസും കാര്യങ്ങളും ഒന്നും ഇടുന്നുണ്ടായിരുന്നില്ല കേട്ടോ. അതായത് ഷോർട്ട് വീഡിയോസ് ഒക്കെ ഇടുന്നുണ്ടായിരുന്നു, ലോങ് വീഡിയോസ് ഒന്നും ഇടുന്നുണ്ടായിരുന്നില്ല. അന്നേരം ഞാൻ വിചാരിച്ചു ഇനി വെക്കേഷൻ ആണല്ലോ, അപ്പൊ ആ വെക്കേഷൻ ആയതുകൊണ്ട് ഇനി മുതൽ എല്ലാ ദിവസവും ഷോർട്ട് വീഡിയോയും ലോങ് വീഡിയോയും ഇടാന്ന് വിചാരിച്ചു കേട്ടോ. ഇന്ന് സൺഡേ ആയിക്കൊണ്ട് നമ്മൾ ഇന്ന് പുറത്തോട്ടൊക്കെ ഇറങ്ങുവാണ് കേട്ടോ. അന്നേരം വിനോദൻ അവിടെ നഴ്സറിയിലോട്ട് പോയ കുറച്ച് പ്ലാന്റ്സ് പഠിക്കൂടി. നിങ്ങൾ എന്തിനാ ഇവിടെ ചിരിക്കുന്നേ? ഇവർ എന്നെ കളിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. നഴ്സറി അത് പിന്നെ പ്ലാന്റിന്റെ നഴ്സറി അല്ല അത്. അതിനെന്താ പിന്നെ ആ നഴ്സറിയിലോട്ട് പോയിട്ടുണ്ട് കേട്ടോ. ഈ പിള്ളേരെ കൊണ്ട് ഒന്നും നടക്കൂല ഗൈസ്, ഒന്നും നടക്കൂല. 3 പിള്ളേരുണ്ട്. എനിക്കാണെങ്കിൽ തലവേദന. എനിക്ക് അവിടെ വിനോദൻ അങ്ങോട്ടേക്ക് പോയിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഞങ്ങളോട് ഇവിടെ ഇരുന്നോളാൻ പറഞ്ഞിട്ട് വിനോദം വാങ്ങിയിട്ട് തോന്നുന്നു അതിന്റെ ഉള്ളിലാണ് കയറി നിൽക്കുന്നത് കേട്ടോ. അതാണ് നഴ്സറി കേട്ടോ, നമ്മുടെ വൈറ്റിലയിലുള്ള നഴ്സറിയാണ്. നമ്മളിന്ന് എങ്ങോട്ടാ പോകുന്നതിനൊന്നും പ്ലാൻ ഇല്ല. ആദ്യം ഇനിയിപ്പോ പ്ലാൻസ് ഒക്കെ വാങ്ങിയതുകൊണ്ട് ഇതൊക്കെ ഓഫീസിൽ കൊണ്ട് സെറ്റ് ചെയ്യും. അത് കഴിഞ്ഞിട്ടുള്ളൂ നമ്മള് ലുലു മോളിലോട്ടായിരിക്കും മിക്കപ്പോഴും പോണത്. മക്കളൊക്കെ അവിടെ നിന്ന് ഭയങ്കര ചേച്ചിയൊക്കെ കേട്ടോ. എനിക്ക് വിനോദം വരുന്നുണ്ട്, കാണിച്ചു തരാം. കണ്ടോ ആ നീല കണ്ടോ, ആ ബ്ലൂ ആണ് വരുന്നത് കേട്ടോ. അയ്യോ എന്റെ അമ്മയെ എന്റെ കൈയൊക്കെ കഴിച്ച്. അയ്യോ എന്റെ കൈ കൊടുത്തേ എന്റെ. അപ്പൊ ഇതൊക്കെയാണ് എന്നെ കുറിച്ചുള്ള ഒരു ഔട്ട്ലൈൻ എന്ന് പറയുന്നത് കേട്ടോ. ഇനിയിപ്പൊ നിങ്ങൾ കാണാൻ പോണ പൂരങ്ങളൊന്നും പറഞ്ഞറിയിക്കേണ്ട. ഇതുപോലെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഞാൻ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അപ്പൊ എല്ലാവരും നമ്മുടെ ചാനലിൽ നമ്മുടെ കൂടെ ഉണ്ടായിരിക്കുക. അപ്പൊ ഇന്നത്തെ വീഡിയോ ഒക്കെ കാണിച്ചു തരുന്നതായിരിക്കും കേട്ടോ. കുറിച്ച് വേറൊരു കാര്യം പറയണം കേട്ടോ. ഞങ്ങൾ ആഴ്ചയിൽ ഒരു ദിവസം പുറത്തിറങ്ങുന്ന ആൾക്കാരാണ് കേട്ടോ. സൺഡേ ഉണ്ടെങ്കിൽ സൺഡേ ആണ് ഞങ്ങൾ പുറത്തിറങ്ങുന്നത്. അന്ന് ഞങ്ങൾ മാക്സിമം അടിച്ചു പൊളിക്കും. നമ്മള് ലേറ്റ് ആയിട്ടേ എന്നും വീട്ടിലോട്ട് വരാറുള്ളൂ. നട്ട്സ് ഉള്ള സ്നീക്കേഴ്സ് ആണോ കഴിക്കുന്നത്? ചില നട്ട്സില്ല, നട്ട്സ് ഒന്നുമില്ല. ആ ഇതിനകത്ത് ഇല്ല, ഇതിനകത്ത് ഈ സാധനം മാത്രമേ ഉള്ളൂ. അത് പീനട്ടാ. അല്ല അങ്ങനത്തെ സ്നീക്കേഴ്സ് ഉണ്ട്. അതിനോ ഏതിതോ എന്താണ് പഠിച്ച ഈ വാഴ പോലെ ഇരിക്കാൻ? ഏത് അയ്യോ അത് കണ്ടിട്ട് മതി. അതിനകത്ത് ഇലയില്ല. ആ ഇത് വട്ടത്തി എന്താ റൗണ്ടില് തിക്കായിട്ട്. എന്താണ് ഇവിടെ കുഞ്ഞുങ്ങളെ? കൂക്കൂ. അങ്ങനെ നമ്മൾ ഇതേ ഓഫീസിലെത്തി കേട്ടോ. നമ്മൾ ചെടിയൊക്കെ വാങ്ങിയത് കൊണ്ടുവെക്കാൻ വേണ്ടിയാണ് കേട്ടോ ഓഫീസിലോട്ട് എത്തിയിരിക്കുന്നത്. മോൾ ഇവിടെ ഉണ്ട്. 2 പേര് ഇവിടെ ഇരുന്ന് മൊബൈൽ കളിയാണ് കേട്ടോ. ആ കടിക്കാതെ പോ. വിനോദ റൂം കാണിച്ചു തരാം. ഇതാണ് വിനോദ റൂം. ഉടുപ്പ് കയറും തോറ്റ ഉടുപ്പ് കയറുന്നു. വിട് ഉടുപ്പ് കയറി വേറെ ഉടുപ്പുണ്ടോ? നമ്മളങ്ങനെ ലുലു മോളിൽ എത്തിയിട്ടുണ്ട്. സൂപ്പർ ട്രൈ. സൂപ്പർ ഗായ്സ്, അമ്മ ഒരു ടെമ്പിൾ ബുക്ക് ചെയ്യുന്നുണ്ട്. തോത്തുറങ്ങി.
അമ്മ കേട്ടോ അമ്മ ലിബാം എടുക്കാം. നല്ല ഫ്രഷാ ഫ്രഷ് ക്രോഷ ചെയ്യാനാണ് ക്രോഷ. വിനുവേട്ടൻ മീനൊക്കെ മേടിച്ചോണ്ട് വന്നപ്പോഴത്തേനും നോക്കുകയാണ് കേട്ടോ. ഞങ്ങളെ നല്ല വിശ്വാസമായതുകൊണ്ട് വിനുവേട്ടൻ അതൊക്കെ നോക്കുകയാണ് കേട്ടോ. എന്തൊക്കെയാണ് ഞങ്ങൾ വാങ്ങിയത് നോക്കുകയാണ് കേട്ടോ. ഈ പിള്ളേർ അവധിയാണെങ്കിലും ഈ പിള്ളേർ പെൻസിലും അത് വാങ്ങി, പിന്നെ ക്രോഷ ചെയ്യാൻ അതിൻ്റെ യാണ് വാങ്ങി, പിന്നെ എന്തോ കളർ അടിക്കാൻ ബുക്ക് അത് ഇത് എന്ന് വേണ്ട എന്തൊക്കെയോ സാധനങ്ങളെല്ലാം വാരി എടുത്തിട്ടുണ്ട് കേട്ടോ. വിനുവേട്ടൻ അതെല്ലാം വന്ന് ഒന്നുകൂടെ ഒന്ന് ക്രോസ് ചെക്ക് ചെയ്ത് ഞങ്ങളോട് ചോദിക്കുകയാണ് ഇതെന്തിനാന്നൊക്കെ ചോദിക്കുകയാണ് കേട്ടോ. അങ്ങനെ നമ്മൾ നീണ്ടൊരു ക്യൂവിന് ശേഷം നമ്മൾക്ക് ബില്ലടിച്ച് കിട്ടി കേട്ടോ. ഒരുപാട് സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. എന്തൊക്കെയാണോ ഒന്നും അറിയത്തില്ല കേട്ടോ. വെറുതെ മീൻ വാങ്ങാൻ പോയ നമ്മളാണ് കേട്ടോ. അവിടെ കയറി ഹൈപ്പറിൽ കയറി കഴിയുമ്പോൾ പിന്നെ എന്തെങ്കിലുമൊക്കെ കാണുമ്പോൾ അതെല്ലാം വാങ്ങുവേ. അതെന്താണെന്ന് അറിയത്തില്ല കേട്ടോ. നിങ്ങളും ഇങ്ങനെയൊക്കെ തന്നെയാണോ ഈ ഷോപ്പിംഗ് ഒക്കെ ചെയ്യുന്നത്? അങ്ങനെ നമ്മൾ ഹൈപ്പറിൽ നിന്ന് ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞിട്ട് ഇറങ്ങിക്കഴിഞ്ഞപ്പോഴാണ് കേട്ടോ ഇങ്ങനെ പോരുന്ന വഴിയിൽ ഇതേപോലെയുള്ള ജുവൽസ് ഒക്കെ വെച്ചിരിക്കുന്നത് കേട്ടോ. നല്ല കമ്മൽസ് ഉണ്ടായിരുന്നു, മാലകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ, വളകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഇങ്ങനെ കുറേ നേരം അവിടെ ഇങ്ങനെ നോക്കി നിന്നത്. പക്ഷേ ഇതെല്ലാം ഇങ്ങനെ വെച്ചിരിക്കുന്ന കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. എനിക്ക് അവിടെ കണ്ടിട്ടൊന്നും ഇഷ്ടപ്പെട്ടൊന്നുമില്ല കേട്ടോ. ഇഷ്ടപ്പെടാഞ്ഞ ഭാഗ്യം, അല്ലെങ്കിൽ അതും കൂടെ മേടിച്ച് തരാൻ പറയുവാണെങ്കിൽ ഞങ്ങൾ ആ മാളിൽ കൂടിയിട്ട് ഓടിച്ചേനെ. അങ്ങനെ നമ്മൾ അവിടെയെല്ലാം ഇങ്ങനെ കുറേ നേരമൊക്കെ ഇങ്ങനെയൊക്കെ കണ്ടും പിടിച്ചുമൊക്കെ നിന്നിട്ട് നമ്മളിങ്ങോട്ട് പോകുന്നു കേട്ടോ. നമ്മുടെ ഇന്നത്തെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ലുലു മോളിനോട് ബൈ പറഞ്ഞു. ഇനി നമ്മൾ അടുത്ത സൺഡേ ആയിരിക്കും ഇനി ലുലു മോളിലോട്ട് പോകണം കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഷോപ്പിംഗ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ മേടിച്ച സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ വാലറ്റ് പാർക്കിംഗ് ആണ് കേട്ടോ കൊടുത്തിരിക്കുന്നത്. നമ്മളങ്ങനെ വീട്ടിലോട്ട് പോകാണ്ട് പിള്ളേരെല്ലാം പറഞ്ഞിരിപ്പുണ്ട്. അപ്പോൾ നമ്മുടെ ചാനൽ എല്ലാവരും ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ. അപ്പു വലിച്ച്